എറണാകുളം എന്താണ് എറണാകുളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അതിനെന്തെങ്കിലും കോട്ടമുണ്ടോ? അങ്ങനെ കോട്ടമുള്ളതായി ഒരു സൂചനയും ഇതുവരെ വന്നിട്ടില്ല. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, എറണാകുളത്ത് ഒരു നെഞ്ചിടിപ്പിന്റെ പ്രശ്നമൊന്നും ആർക്കും ഉണ്ടാകില്ലല്ലോ അല്ലേ? ഒരു 9 മണിക്ക് അറിയാം അല്ലേ? വിജയകുമാർ, ഹാഷ്മി, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ പൊന്നാപുരം കോട്ടയാണ് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇതിനു മുൻപ് ചില ഘട്ടങ്ങളിൽ ഒരു 4 തവണ LDF-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അതൊഴിച്ചാൽ UDF-നൊപ്പം തന്നെ നിന്ന മണ്ഡലം കൂടിയാണ് ഈ എറണാകുളം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നെഞ്ചെടുപ്പിന്റെ ഒരു വിഷയം UDF സ്ഥാനാർത്ഥിക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഇപ്പോൾ അവരുടെ ക്യാമ്പിൽ നിന്നും കിട്ടുന്ന വിവരമനുസരിച്ച് ഒരു കഴിഞ്ഞ തവണത്തേതിന്റെ അത്ര ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. ഈ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞതിനാൽ തന്നെ അവർക്ക് കിട്ടുന്ന വോട്ടുകളുടെ ശതമാനത്തിൽ കുറവുണ്ടാകും എന്ന ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. എങ്കിലും വിജയിച്ച് കയറി വരും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. 1 ലക്ഷത്തിൽ താഴേക്ക് ഭൂരിപക്ഷം കുറയും എന്നൊരു വിലയിരുത്തൽ എന്തായാലും ആ ക്യാമ്പിൽ നിന്നും കേൾക്കാനുണ്ട്. എങ്കിലും വിജയം ഉറപ്പ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ LDF ക്യാമ്പും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞത് അതിൽ എറണാകുളം നിയോജക മണ്ഡലത്തിൽ UDF-ന് ഏറ്റവും സാധ്യതയുള്ള എറണാകുളം നിയോജക മണ്ഡലത്തിലാണ് ഈ വോട്ടിംഗ് പെർസെന്റേജ് കാര്യമായി കുറഞ്ഞിട്ടുള്ളത്. അതെന്തെങ്കിലും അത്ഭുതത്തിന് കാരണമാകുമോ എന്ന് അവർ നോക്കുന്നുണ്ട്. എങ്കിലും വലിയ പ്രതീക്ഷയായി കാണുന്നില്ല. നന്നായി മത്സരിച്ചു, മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ആ ക്യാമ്പിൽ നിന്നും കിട്ടുന്ന പ്രതീക്ഷ. BJP-യെ സംബന്ധിച്ച് അവർക്ക് മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെയാണ് അവർ മുന്നോട്ട് വെച്ചത്. പരമാവധി വോട്ടുകൾ നേടുക, കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനം നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടി സേഫായി പ്ലേസ് ചെയ്യുക, പാർട്ടിയുടെ സ്ഥാനം പ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക കാര്യം. അത് സാധിക്കുമെന്ന് അവർ കരുതുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി. 2020 എത്ര വോട്ടുകൾ പിടിക്കും എന്നുള്ളതും ഒരാകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. 8% വരെ വോട്ട് പിടിക്കും എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. കാത്തിരുന്ന് കാണാം അത്രയധികം കരുത്ത് 2020ക്ക് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടോ എന്ന്. ഹഷ്മി പറഞ്ഞതുപോലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ചിത്രം തെളിയുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു 9 മണിക്ക് ശ്രീകാന്തിനെ വിളിക്കാം. എറണാകുളത്തിന്റെ എന്താണ് കഥ അല്ലെ? എറണാകുളത്ത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലുള്ള സംശയം മാത്രമേ കരുതുന്നില്ല. കഴിഞ്ഞ തവണ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായ സമയത്ത് ഉണ്ടായിരുന്ന ഈ 1 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നത് ഇത്തവണ അത്രയും ഉണ്ടാവില്ല. അതിൽ കുറച്ച് കുറഞ്ഞാലും വേറെ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ പിടിച്ച അത്രയും അതിൽ കൂടുതൽ വോട്ട് പിടിക്കുമോ, അത് ഏതെങ്കിലും തരത്തിൽ ഹൈബീഡന്റെ ഭൂരിപക്ഷത്തെ ബാധിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. എന്തായാലും വിജയകുമാർ 10 മണിക്കൂർ 28 മിനിറ്റ് 3 സെക്കൻഡ് മാത്രമാണ് ഇനി വോട്ടെണ്ണൽ എണ്ണാൻ ബാക്കിയുള്ളത്. എന്ന് പറഞ്ഞാൽ മുന്നണികൾ ഇപ്പോൾ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങൾ എടുത്താലും BJP ഇപ്പോൾ ഈ LDF-ഉം UDF-ഉം ഈ പറഞ്ഞ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണെങ്കിൽ കൂടിയും 0 മുതൽ 1 എന്നൊരു കണക്ക് ആരുടെയുമില്ല. 1 മുതൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് അവരുടെ 2 എക്സിറ്റ് പോളുകളിൽ 1 മാത്രമാണ് ദേശീയ തലത്തിൽ നടത്തിയത്. എന്നതും ചിലപ്പോൾ 1 എന്നത് ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാവരും നമ്മൾ പ്രധാന അത് പി മാർക്കിന്റെ അതായിരുന്നു. അതല്ല നമ്മൾ ഇപ്പം പ്രധാനപ്പെട്ട സർവേ ഏജൻസികൾ നടത്തി 10-12 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും 1 മുതൽ 4 വരെ എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ വോട്ട് ഷെയർ ഗണ്യമായി കൂടുമെന്ന് പറയുന്നുണ്ട്. ആക്സിസ് മൈൻഡ് പറയുന്നത് 27% വോട്ട് ഷെയർ ഉയർത്തുമെന്ന് പറയുന്നുണ്ട്. 27 എന്ന് പറയുന്നുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ഒരു 16% 27 ഉയരുമെന്നത് അവിശ്വസനീയമാണെങ്കിൽ കൂടിയും ഇതൊക്കെ ഇത് പരിഹാസ്യമാണ്. തള്ളിക്കളയുമ്പോൾ പോലും ചില ചങ്കിടിപ്പുകൾ ചില മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടുകൂടി തന്നെ നാളത്തെ വോട്ടെണ്ണൽ അതിപ്രധാനവും ചങ്കിടിപ്പ് ഉയർത്തുന്നതും ആവേശത്തിന്റെ മെർക്കുറി ആകാശത്തോളം ഉയർത്തുന്നതുമായിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. വിജയകുമാർ, വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.